ഡോക്ടർ കെ വി നാഥ് ഇന്നലെ നമ്മളെ എല്ലാം വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തൃശൂർ മെഡിക്കൽ കോളേജിന് നൽകുകയാണ് ചെയ്തത്. ഈ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ സഹകരണ മേഖലയിൽ ഒട്ടേറെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മാന്യ വ്യക്തിയെയാണ് കെ വി നാഥിന്റെ ദേഹവിയോഗത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ന് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ പ്രയാട് സർവീസ് സഹകരണ ബാങ്ക് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായി 4ാമത്തെ മെമ്പറായി അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിത്വം. അതോടൊപ്പം തന്നെ ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാട് ക്ഷീര വ്യവസായ സഹകരണ സംഘം അത് രൂപീകരിക്കുന്നതും അദ്ദേഹം ചീഫ് പ്രൊമോട്ടറായിട്ടുള്ള നേതൃത്വത്തിലാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം അതിന്റെ പ്രാരംഭകാല പ്രസിഡന്റായി ദീർഘകാലം അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തി. ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ആദ്യമായി, എന്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായി CPM-ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലോക്കൽ കമ്മിറ്റി, കുത്തിയോട് ലോക്കൽ കമ്മിറ്റി ഉണ്ടാകുമ്പോൾ അതിന്റെ ആദ്യത്തെ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആശയപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ രണ്ട് ചേരിയിലാണ് ഞാനും എന്റെ ബന്ധുവായ ജസ്റ്റിസ് കെ വി നാഥും പ്രതിനിധിത്വമെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണകരമായ രീതിയിൽ സാമൂഹികമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഡോക്ടർ കെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ വൈകുന്നേര സമയങ്ങളിൽ ഒട്ടേറെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ ഉണ്ടാകും. അവിടെയെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ഓരോരുത്തരും പുരോഗതി നേടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അദ്ദേഹം പറയും. ആവശ്യമായ പുസ്തകങ്ങൾ ആളുകൾക്ക് വായിക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന രംഗങ്ങളിലെല്ലാം വളരെ സജീവമായ ശ്രദ്ധ. അന്ന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന യുവാക്കൾ IRS-ഉം അതുപോലെ ഉന്നത ഉദ്യോഗതലങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞോ എന്നുള്ളത് ഏറ്റവും വളരെ സവിശേഷതയുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ അതിന്റെ താഴെയുള്ള ചെറുപ്പക്കാരെ അവരുടെ കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടി ക്ലാസിക് കൾച്ചർ ഫോം എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. സ്വന്തമായി കെട്ടിടവും സ്ഥലവുമുള്ള ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകി. അതിന്റെ ഉപദേശകനായി, അതിന്റെ രക്ഷാധികാരിയായി ഈ മരണ സമയം വരെയും ആ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി അദ്ദേഹം പ്രവർത്തിച്ചു. അവിടെയും അദ്ദേഹം വളർന്നു വരുന്ന യുവാക്കൾ ഒരു വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലും ഉയർന്ന നിലവാരം പുലർത്തണമെന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ആളായിരുന്നു ശ്രീ കെ. അദ്ദേഹം മെഡിക്കൽ പ്രാക്ടീഷണറായി ഈ നമ്മുടെ നാട്ടിലും നാടിന് പുറത്തുമൊക്കെ സേവനം നടത്തി. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഒരു ഉയർന്ന സമുദായത്തിൽപ്പെട്ട നമ്പൂരി സമുദായത്തിൽപ്പെട്ട ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരിയാണ് അദ്ദേഹം വായിച്ചത്. അന്ന് ഒട്ടേറെ കോളിളക്കം ഉണ്ടായ ഒരു സാമുദായികപരമായി പോലും ഒട്ടേറെ കോളിളക്കം ഉണ്ടായപ്പോഴേക്കും ഒരു പുരോഗമന ചിന്താഗതിക്കാരനായിരുന്ന അദ്ദേഹം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവരുമായി ജീവിക്കുകയും അവർക്ക് അദ്ദേഹത്തിന് 4 മക്കൾ, 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ടായി. പിന്നീട് ഇടക്കാലത്തായി അദ്ദേഹം തൃശ്ശൂരിലേക്ക് താമസം മാറ്റി. അവിടെയും ഗ്രന്ഥശാല പ്രവർത്തനവും മറ്റു സാമൂഹിക സാംസ്കാരിക പ്രവർത്തനവുമായി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. ഏതായാലും ഈ നാടിന് ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്, നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കുട്ടികളെ, യുവാക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു മാന്യ ദേഹം, ഒരു വലിയ ബഹുമാന്യ വ്യക്തിത്വമാണ് ശ്രീ കെ വി നാഥിന്റെ വേർപാടിലൂടെ നഷ്ടമായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്മരണ എന്നും ഈ നാട്ടിൽ നിലനിൽക്കും. ഇവിടെയുള്ള വരുന്ന തലമുറയിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് കുടുംബ കൂട്ടായ്മയും നാട്ടിൽ അദ്ദേഹവുമായി സ്നേഹിക്കുന്ന, അദ്ദേഹവുമായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള വിവിധ മേഖലകളിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും ആഗ്രഹം. ആ തരത്തിലേക്ക് അത് മുന്നോട്ട് പോകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു.